വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അമേരിക്കൻ ജനത അധികാരത്തിലേറ്റിയ ഡൊണാൾഡ് ട്രംപ് പുതിയ വർഷത്തിൽ അധികാരത്തിൽ വരുന്നതോടെ അമേരിക്കൻ ജനതയ്ക്ക് താൻ കൊടുത്ത തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓരോന്നായി നിവർത്തിക്കുമെന്ന കാര്യം ഇപ്പോൾ പൂർണ്ണമായി ഉറപ്പായിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും പുറത്താക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേൽക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നും വേണ്ടി വന്നാൽ അതിനായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പട്ടാളത്തെ തന്നെ രംഗത്തിറക്കി നാടുകടത്തൽ നടപടികൾ ഊർജിതമാക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം. ട്രംപിന്റെ നീക്കങ്ങൾ ആദ്യമായി നടപ്പിലാക്കുന്നത് ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുന്നവരിലും ക്രിമിനൽ കുറ്റങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്നവരിലുമായിരിക്കും. ഇത്തരക്കാരായ ഏകദേശം 4.25 ലക്ഷം പേരെ ആദ്യം തന്നെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്ന നടപടികളായിരിക്കും ട്രംപ് കൈക്കൊള്ളുന്നത്. ഇതിനായി മുൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ചീഫ് ടോം ഹേമാന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ തന്നെ ട്രംപ് സജ്ജമാക്കിയിരിക്കുകയാണ്. കൂട്ട നാടുകടത്തലിന് മുന്നോടിയായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും സൈന്യത്തെ ആ ദൗത്യം ഏൽപ്പിക്കാനുമായി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതി ട്രംപ് ഊന്നി പറഞ്ഞിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മാറേ ലാഗോയിലേക്ക് പോവുകയാണ് എന്നും ടോം ഹോമൻ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ച ട്രംപ് അന്ന് അവരെ വിശേഷിപ്പിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്ന വിദേശികൾ എന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നടന്ന റാലിയിൽ അദ്ദേഹം പറഞ്ഞത് കുടിയേറ്റ കുറ്റവാളികൾ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്ത എല്ലാ നഗരങ്ങളെയും പട്ടണങ്ങളെയും താൻ മോചിപ്പിക്കും എന്നും ക്രൂരന്മാരായ ഈ കുറ്റവാളികളെ ജയിലിലടയ്ക്കുകയും എന്നിട്ട് അവരെ എത്രയും വേഗം രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നും ആയിരുന്നു. പുതിയ അമേരിക്കൻ മിനിസ്ട്രിയിൽ ട്രംപ് ക്യാബിനറ്റിന്റെ കുന്തമണിയും എക്സ് പ്ലാറ്റ്ഫോമിന്റെ ഉടമയും ഒപ്പം ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ ബിസിനസ്സുകാരിൽ ഒരാളുമായ എലോൺ മസ്കുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തൻ്റെ ക്രൈസ്തവ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ ക്രൈസ്തവീക നന്മകളുടെ പൂർവീകരണത്തിലേക്ക് മടക്കിക്കൊണ്ട് വരണം എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്നാണ്. ആ മിഷന് ശക്തമായ പ്രതിരോധം തീർക്കുന്നത് അമേരിക്കയുടെ തനത് ആത്മീയതയ്ക്കും ദേശീയതയ്ക്കും വിരുദ്ധമായി നിൽക്കുന്ന അനധികൃത കുടിയേറ്റമാണെന്ന് വ്യക്തമായി പറഞ്ഞ ട്രംപ് അമേരിക്ക ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാന പ്രതിസന്ധികളിൽ ഒന്ന് അനധികൃത കുടിയേറ്റം ആണ് എന്നായിരുന്നു. US മെക്സിക്കോ അതിർത്തിയിലെ അനധികൃത കുടിയേറ്റം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. നടപടികൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് അവിടെ നടപ്പിലാക്കാൻ പോകുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലായിരിക്കുമെന്നും അതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റ് വഴികൾ ഇല്ലെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. രാജ്യസ്നേഹികളായ അമേരിക്കക്കാരെയെല്ലാം ഒരുപോലെ ആവേശം കൊള്ളിക്കുന്ന ഈ നടപടികൾ പ്രാവർത്തികമാക്കുമ്പോൾ ഈ കൂട്ടനാടുകടത്തലിലൂടെ ഏറെക്കുറെ 40 ലക്ഷത്തിലധികം പേർ അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയേക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയിൽ ഇത്തരത്തിൽ അനധികൃതമായി താമസിക്കുന്നത് ഏകദേശം 11 ദശലക്ഷം ആളുകളാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. അനൗദ്യോഗിക കണക്കുകൾ അതിനും കൂടുതലാണ്. ട്രംപിൻ്റെ ഈ നീക്കം ഏകദേശം 20 ദശലക്ഷം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുമെന്നും ഈ തീരുമാനം നടപ്പിലാക്കാൻ ഏറെക്കുറെ 300 ബില്യൺ മുതൽ $1 ട്രില്യൺ വരെ ചെലവ് ആയേക്കുമെന്നും മാത്രമല്ല അതിന് ദൂരവ്യാപകമായ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കുമെന്നും കാലിഫോർണിയ, ഇല്ലിനോയിസ്, മസാച്യൂസെറ്റ്സ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഡെമോക്രാറ്റിക് ഗവർണർമാർ ഈ നീക്കത്തെ ചെറുക്കുമെന്നും നിർമ്മാണം, കൃഷി, ഹോസ്പിറ്റൽ മേഖലകളിൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒക്കെയാണ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ നീക്കത്തിനെതിരെ ട്രംപിൻ്റെ വിമർശകരും ലിബറലുകളും ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത്. എങ്കിലും ദേശീയ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും ഈ നടപടി അനിവാര്യമായതിനാൽ അതൊന്നും തെല്ലും കൂസാതെ ശക്തമായി മുന്നോട്ട് നീങ്ങുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.